ഞാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. പറയുന്നത് കേൾക്കുമ്പോൾ വലിയൊരു പ്രൊഫഷൻ ആണ്. പക്ഷേ ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് പ്രൊഫഷൻ ആണ്. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, അമ്മയുടെ ഫാദർ ടീച്ചറായിരുന്നു, എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ടീച്ചറായിരുന്നു. ഇപ്പൊ എൻ്റെ എൻ്റെ സിസ്റ്റർ ടീച്ചറാണ്. അങ്ങനെയൊക്കെയാണ് എനിക്ക് ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത് ടീച്ചേഴ്സിനെയാണ്. കാരണം എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, എൻ്റെ അനിയത്തി തന്നെയാണ്. അവളിൽ നിന്നാണ് ഞാൻ ടീച്ചിങ്ങിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചത്. ഏത് സ്ഥലത്ത് ചെന്നിട്ടും ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം അവളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. എന്നാൽ അവളൊരു 20 വർഷമായിട്ട് ആദ്യം പുറത്തായിരുന്നു, സൗദിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നാട്ടിൽ വന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ കൂടുതലും ഷെയർ ചെയ്യാം. എൻ്റെ സിസ്റ്റർ സൗദിയിൽ നിന്ന് മടങ്ങി പോരുമ്പോ കുട്ടികൾ കൊടുത്ത ലവ് ലെറ്റേഴ്സിനകത്തുനിന്ന് കുറച്ചെണ്ണം ഒരു ബണ്ടിലുണ്ട് അവളുടെ കയ്യിൽ. ഇപ്പോഴും അത് അവളെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. You are not only an English teacher, you are also a good human being. Your classes gave us something to look forward to even during hard times. You made us feel that everybody deserves to be loved. The dictations, games, debates will always be memories. I will not forget the wall building in class, walk to garden and running around in the class. ഇത് നഴ്സറി ക്ലാസ് അല്ല കേട്ടോ, ഇത് ഹൈസ്കൂളിലെ പിള്ളേർ എഴുതിയിരിക്കുന്ന. ഒരു ടീച്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റിനകത്ത് നോളജ് വേണ്ടെന്നല്ല, പക്ഷെ ഒരു 40% അതുകൊണ്ട് ആവണുള്ളൂ. ബാക്കി 60% എവിടെ നിന്നാണ് കിട്ടേണ്ടത്? നമ്മുടെ ബിഹേവിയറിൽ നിന്നാണ്. കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കുന്നു, അവരോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അവരോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും കുട്ടികള് മുന്നോട്ട് വളരുന്നത്. സാധാരണ കേൾക്കുന്ന ഒരു ഫ്രേസ് ആണ് നമ്മൾ കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ പറയാറില്ലേ, മോൾഡ് ചെയ്യണം. കുട്ടികളെ മോൾഡ് ചെയ്യണ്ട. എവിടെയാ മോൾഡ് ചെയ്യുന്നത്? ഒരു ഫാക്ടറിയിൽ ഒരു പേസ്റ്റ് ഉണ്ടാക്കുക, 50 ഗ്രാമിന്റെ പേസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ 1,50,000 ഗ്രാമിന്റെ പേസ്റ്റ്, ബാച്ച് നമ്പർ /March 2026 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1,00,000 ടൂത്ത് പേസ്റ്റും 50 ഗ്രാം തന്നെയായിരിക്കും വെയിറ്റ്. അതിന്റെ കളർ സെയിം ആയിരിക്കും, അതിനകത്തുള്ള ക്വാളിറ്റി സെയിം ആയിരിക്കും, അതിനകത്തുള്ള റോ മെറ്റീരിയൽ സെയിം ആയിരിക്കും. എവറിത്തിങ് വിൽ ബി സെയിം. കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്, ഓരോരുത്തരും വ്യത്യസ്തരാണ്. ക്ലാസ്സിൽ 24 കുട്ടികളുണ്ടെങ്കിൽ 24 കുട്ടികളും മാത്സിൽ ഫുള്ള് മേടിക്കുന്നവരല്ല. മാത്സ് ഇഷ്ടമേ അല്ല, അവരുടെ മനസ്സിൽ ലോജിക്കൽ തിങ്കിങ് അവർക്ക് ഇല്ലായിരിക്കും. ഒരിക്കലും ആ കുട്ടീനെ നമ്മൾ മാത്സിൽ 50 മാർക്ക് മേടിക്കാനോ 100 മാർക്ക് മേടിപ്പിക്കാനോ ശ്രമിച്ചാൽ ആ കുട്ടിയോട് ചെയ്യുന്ന ക്രൂരതയാണ്. ഓരോ കുട്ടിയിലും എന്തെങ്കിലും ഒരു കാര്യം നല്ലതുണ്ടായിരിക്കും, എന്തെങ്കിലും അവനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മാത്സിന്റെ ടീച്ചർ ആണെങ്കിലും ഇംഗ്ലീഷിന്റെ ടീച്ചർ ആണെങ്കിലും ആർട്സിന്റെ ടീച്ചർ ആണെങ്കിലും അവർക്ക് വേണ്ടിയ ഒരു കഴിവെന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ മാത്സ് ടീച്ചറാണ് അതുകൊണ്ട് എന്നെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? മാത്സിന്റെ ടീച്ചറിനെ വിലയിരുത്തുന്നത് തന്നെ ക്ലാസ്സിലെ 24 കുട്ടികളും 100 മാർക്കിൽ 90 മാർക്കെങ്കിലും മേടിച്ചെങ്കിലേ ഉള്ളൂ ഞാൻ നല്ല ടീച്ചർ ആവൂ. അങ്ങനെയാണ് സാധാരണ ഉള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. പക്ഷേ എല്ലാ കുട്ടികൾക്കും 90 മാർക്കോ 100 മാർക്കോ മേടിക്കാൻ പറ്റില്ല. കാരണം ഒരു കുട്ടിയുടെ ടാലന്റ് എന്ന് പറയുന്നതും വേറൊരു കുട്ടിയുടെ ടാലന്റ് എന്ന് പറയുന്നതും ഡിഫറെന്റ് ആണ്. മാത്സിന് മാർക്ക് മേടിക്കാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് ചിലപ്പോ ടീച്ചറായിരിക്കും കണ്ടുപിടിക്കുന്ന ആ കുട്ടിക്ക് ക്ലാസ്സിനെ ലീഡ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കും. മാത്സിന്റെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള കുട്ടി നാളെ ഒരു വലിയൊരു സയന്റിസ്റ്റ് ആയി. അവനേക്കാളും വലിയതായിട്ട് നാളെ അവനായിരിക്കും ചിലപ്പോൾ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആവാൻ പോകുന്നത്. കാരണം അവന് ലീഡർഷിപ്പിനുള്ള ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഇന്ന് അവനെ കൊണ്ട് കണക്കിന് 100 മാർക്ക് മേടിപ്പിക്കാൻ പറ്റിച്ച് അവനെ ലീഡർഷിപ്പിലേക്കുള്ള യാതൊരു കാര്യങ്ങളിലേക്കും ഇൻവോൾവ് ചെയ്യിക്കാതിരുന്നാൽ, കാരണം അവൻ മണ്ടനാണല്ലോ, അവനെങ്ങനെ ക്ലാസ്സിന്റെ ലീഡർ ആക്കുന്നത് അല്ലേ? പക്ഷെ അവനാണ് ഇവിടെ 100 മാർക്ക് മേടിക്കുന്ന കുട്ടിയെക്കാളും യോഗ്യൻ, ക്ലാസ്സിന്റെ ലീഡർ ആവാൻ യോഗ്യൻ ആ മാർക്ക് മാത്സിന് 50 മാർക്കോ 30 മാർക്കോ 10 മാർക്കോ മേടിക്കുന്ന ആ കുട്ടിയായിരിക്കും. കാരണം അവന്റെ വഴി അതാണ് അല്ലേ? ഒരിക്കലും നമ്മൾ കുട്ടികളെ ഒരു മീനിനെ നമ്മൾ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെയാണ് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു കുട്ടീനെ നമ്മൾ മാത്സിന് 100 മാർക്ക് മേടിക്കാനായിട്ട് ശ്രമിപ്പിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്ത് ടീച്ചേഴ്സിന് ഒത്തിരി ജോലികൾ കൂടുതലുണ്ട് പണ്ടത്തെ ഒരു ടീച്ചറിനെക്കാളും. കാരണം പണ്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അവർ ഒത്തിരി കാഴ്ചകൾ കണ്ടും അനുഭവിച്ചും ഒക്കെയാണ് വരുന്നത്. ഇപ്പൊ എല്ലാ കുട്ടികളും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ബ്രൈറ്റർ സൈഡ്സ് ഒക്കെ മാത്രം കണ്ടു വളരുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ കാണും. കുട്ടികൾ വരുന്നതെന്ന് പറയുന്നത് തന്നെ അവർ ഒത്തിരി തലയിൽ ഒരുപാട് പ്രശ്നങ്ങളും ചുമന്നുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ ഒരു കുട്ടി ക്ലാസ്സിൽ സംസാരിക്കുന്നേ ഇല്ല,
അപ്പൊ ഇവന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ, ഇവൻ പഠിക്കുന്നില്ലാത്തത് കൊണ്ടാ, ഇവൻ മണ്ടനായതുകൊണ്ടാ എന്ന് നമുക്ക് എളുപ്പം മുദ്ര കുത്തി അവനെ നമുക്ക് മാറ്റിയിരുത്താം. സ്കൂളിന് ചുറ്റും നല്ല ട്യൂഷൻ സെന്റേഴ്സ് പച്ച പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാ അല്ലേ? ടീച്ചേഴ്സ് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് ആ ട്യൂഷൻ ക്ലാസ്സിൽ പോയി അവിടെ പോയി നോക്കേണ്ടി വരും അല്ലേ? അവിടുത്തെ ആളെ കൊണ്ട് ഇവിടെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ അതിലും നന്നായിട്ട് കുട്ടികൾ പഠിച്ചെന്നിരിക്കും. ടീച്ചേഴ്സിന് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഈ പറയുന്ന സബ്ജക്റ്റ് മാത്രമല്ലാതെ ഒത്തിരി കാര്യങ്ങൾ കുട്ടികളെ പേഴ്സണലി മനസ്സിലാക്കാൻ. ഇപ്പൊ സംസാരിക്കാതിരിക്കുന്ന ആ കുട്ടീനെ ഒരു ദിവസം ഒന്ന് മാറ്റി വിളിച്ചിരുത്തിയിട്ട് എന്താ മിണ്ടാത്തേന്ന് ഡയറക്റ്റ്ലി ചോദിച്ചാൽ ആ കുട്ടി ഒരിക്കലും പറഞ്ഞെന്ന് വരില്ല. പക്ഷെ ടീച്ചർ വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, പിള്ളേരുടെ ബുക്സ് എടുത്തോണ്ട് വരാൻ പറയുക, അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ഒക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കി ടീച്ചർ ആ കുട്ടിയുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കുക. ബോണ്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ദിവസം കുട്ടി സ്വയം ടീച്ചറിന്റെ അടുത്ത് മനസ്സ് തുറക്കും. ടീച്ചേഴ്സിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ? ക്ഷമ വേണം. എന്റെ ക്ലാസ്സിലെ ഈ കുട്ടി മിടുക്കന, അവൻ നാളെ SSLCക്ക് അല്ലെങ്കിൽ CBSE 10th സ്റ്റാൻഡേർഡിൽ ഫുൾ A+ മേടിക്കും. ഒരു കാര്യമില്ല, അവനെ നമ്മളല്ല അങ്ങനെ ആക്കിയത്. അവന് കഴിവുള്ളത് കൊണ്ട് അവൻ അങ്ങനെ ആവുന്നു. നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ഏറ്റവും മോശം കുട്ടി, ക്ലാസ്സിൽ D ഗ്രേഡ് മേടിച്ചോണ്ടിരുന്ന കുട്ടീനെ C ഗ്രേഡിലേക്ക് എങ്കിലും എത്തിക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ വിജയിച്ചു. അതാണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത്. അല്ലാതെ അവൻ ക്ലാസ്സിൽ കയറുമ്പോൾ തൊട്ടേ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, നാളെ അവന് എല്ലാത്തിനും A+ കിട്ടി എന്ന് പറയുന്നതിനകത്ത് നമുക്ക് യാതൊരു പങ്കുമില്ല. പുറകോട്ട് നിൽക്കുന്ന ഒരു കുട്ടീന്റെ ഒരു ടാലന്റ് കണ്ടുപിടിച്ച് ആ കുട്ടീനെ വളർത്തിക്കൊണ്ടുവരിക. ഞാൻ ഒരു സ്കൂളിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ അവിടെ ടീച്ചേഴ്സിനോട് ഇന്ററാക്ട് ചെയ്തപ്പോൾ അവിടെ കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ടീച്ചേഴ്സ് ഒരിക്കലും അവരുടെ ഭാഗം ശരിയാക്കാനായിട്ട് ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഒക്കെ നടക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ, പിന്നെ ഇപ്പോഴത്തെ ഒരു ടെൻഡൻസിയാണ് ടീച്ചേഴ്സ് റീൽസ് ഇടുക. റീൽസ് ഇടുക എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ഒരു കാര്യം ഇടുവാണെങ്കിൽ, ഇപ്പൊ ഒരു ടീച്ചറുണ്ട്, ഞാൻ DCM കോളേജിൽ ഒരു ടീച്ചറുണ്ട്, ടീച്ചർ റീൽസ് ഇടുന്നതെന്ന് പറഞ്ഞാൽ പുതിയ ഇംഗ്ലീഷിന്റെ ടീച്ചറാണ്. അപ്പൊ ടീച്ചർ ഇടുന്നത് വാക്കുകളെ പറ്റിയുള്ള ഒരു റീൽസ് ആണ്. ഓഫ് കോഴ്സ് അത് നല്ലതാണ്. പക്ഷെ നാളെ നല്ല സാരി എടുത്തുകൊണ്ട് വരുന്നത്, നല്ല ഫാഷനബിൾ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന ഒരു ടീച്ചർ അത് റീൽസ് ഇടുക, ഇതൊക്കെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. റീൽസ് ഇടുന്നതിനോടല്ല എനിക്ക് വിരോധം. കുട്ടികൾ കണ്ടുപഠിക്കുന്നവരാ, കേട്ടുപഠിക്കുന്നതിനേക്കാളും കണ്ടുപഠിക്കുന്നവരാ. അവരെന്ത് കാണുന്നോ അതാണ് അവർ പഠിക്കുക. അപ്പൊ നമ്മളെ അവര് മാതൃകയാക്കുന്നുണ്ട്. അതുകൊണ്ട് ടീച്ചേഴ്സ് എപ്പോഴും ബാക്കിയുള്ള ഏത് പ്രൊഫഷനേക്കാളും ഭയങ്കര കോഷ്യസ് ആയിട്ട് നിൽക്കേണ്ട ഒരു കൂട്ടരാണ് ടീച്ചേഴ്സ്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നതും ഈ ടീച്ചേഴ്സ് ആണെന്ന് പറയാൻ കാര്യം.